ഒടുവിൽ മനോരമയ്ക്ക് പോലും പറയേണ്ടി വന്നു, വിഴിഞ്ഞം തുറമുഖത്തിന്റെ വരുമാനത്തിന്റെ പങ്ക് ചോദിച്ച് കേന്ദ്രം വീണ്ടും എന്ന്. എന്താണ് മനോരമ പറഞ്ഞിരിക്കുന്നത്? വിഴിഞ്ഞം തുറമുഖത്തിന്റെ വരുമാനത്തിന്റെ പങ്ക് വേണമെന്ന വിചിത്രവാദവുമായി കേന്ദ്രം വീണ്ടും. എന്താണ് കേന്ദ്രം ചോദിക്കുന്നത്? തുറമുഖത്തിന്റെ വരുമാനത്തിന്റെ 20% കേന്ദ്രത്തിന് നൽകണമെന്ന്. അതങ്ങനെ ശരിയാവും? വിഴിഞ്ഞം പദ്ധതിക്കുള്ള 7700 കോടി ആദ്യഘട്ട ചെലവിൽ 4600 കോടിയും മുടക്കുന്നത് കേരള സർക്കാരാണ്. ബാക്കി 3100 കോടി രൂപ മാത്രമാണ് കേന്ദ്രം നൽകുന്നത്. 4600 കോടി രൂപ മുടക്കുന്ന കേരളത്തിന് 2034 മുതൽ അദാനി പോർട്ട് വരുമാനത്തിന്റെ വിഹിതം നൽകണം. അതാണ് കരാർ. ഇതിന്റെ 20% ഇപ്പോൾ കേന്ദ്രം ചോദിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയിൽ വയബിലിറ്റി ഗ്രാന്റായി കേന്ദ്രം കേരളത്തിന് 817 കോടി രൂപ നൽകണം. ഈ 817 കോടി രൂപ നൽകണമെങ്കിൽ വരുമാനത്തിന്റെ 20% വിഹിതം കേന്ദ്രത്തിന് നൽകണമെന്ന്. വിഴിഞ്ഞം പദ്ധതിയുടെ വയബിലിറ്റി ഗ്രാന്റായി കേന്ദ്രം കേരളത്തിന് 817 രൂപ നൽകേണ്ടതുണ്ട്. ഈ ഗ്രാന്റ് നൽകണമെങ്കിൽ വരുമാനത്തിന്റെ 20% കേരളം കേന്ദ്രത്തിന് നൽകണമെന്നാണ് കേന്ദ്രം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന് തയ്യാറായില്ലെങ്കിൽ 817 കോടി രൂപ ഗ്രാന്റായി നൽകില്ല, അതിന് പകരം 817 കോടി രൂപ പലിശ സഹിതം തിരിച്ചടക്കേണ്ട ലോണായി നൽകാം എന്നാണ് കേന്ദ്രം പറയുന്നത്. വയബിലിറ്റി ഗ്രാന്റായി കേന്ദ്രം കേരളത്തിന് നൽകേണ്ട ഈ 817 രൂപ ഗ്രാന്റായി നൽകിയാൽ തിരിച്ചടക്കേണ്ടതില്ല. കേരളത്തിന് തിരിച്ചടക്കേണ്ടാത്ത ഫണ്ട് നൽകാനോ? അത് പറ്റില്ല. അത് വേണമെങ്കിൽ ലോണായി തരാം, പലിശ സഹിതം തിരിച്ചടക്കണമെന്ന്. ഒറ്റയടിക്കാണ് കേന്ദ്രം മുൻ നിലപാടിൽ നിന്നും മലക്കം മറിഞ്ഞത്. കാരണം എന്താണ്? ഇത് കേരളമല്ലേ, കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിലും ഇതേ നിലപാടാണ് കേന്ദ്രത്തിനുള്ളത്. മറ്റു സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകുമ്പോൾ കേരളത്തോട് കടുത്ത അവഗണന. ദുരിതം കാണാനെത്തിയ ഹെലികോപ്റ്ററിന്റെ വാടക പോലും കൊടുക്കണമെന്നാണ് ഇപ്പോൾ കേന്ദ്രം പറയുന്നത്. വയനാട് ദുരന്തത്തിൽ കേരളത്തെ വരിഞ്ഞു മുറുക്കാൻ കേന്ദ്രം എന്തൊക്കെയാണ് പറഞ്ഞത്? കേരളത്തിന് മുന്നറിയിപ്പ് നൽകി, അത് അവഗണിച്ചു എന്ന് അമിത്ഷാ. സത്യം എന്താണ്? കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയില്ല, മറിച്ച് യെല്ലോ അലർട്ട് നൽകുക മാത്രമാണ് ചെയ്തത്. കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു, കേരളത്തിന്റെ വീഴ്ചയാണെന്ന് വരുത്തി തീർക്കാൻ പ്രകൃതിശാസ്ത്ര വിദഗ്ധരോട് കേരള സർക്കാരിനെതിരെ എഴുതാൻ BJP പണം നൽകിയതായി പത്രവാർത്തകൾ വന്നത് നമ്മൾ കണ്ടതാണ്. പുറത്തു വന്ന ഇത്തരം റിപ്പോർട്ടുകളിലൂടെ പ്രതിപക്ഷവും ചാനലുകളും കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. മുൻ കേന്ദ്രമന്ത്രിയായ V മുരളീധരൻ എന്താണ് പറഞ്ഞത്? ഈ മഹാദുരന്തത്തെ ചെറുതാക്കി കാണിക്കുവാൻ വേണ്ടി 3 വാർഡുകളിൽ മാത്രമാണ് ദുരന്തമുണ്ടായതെന്നാണ് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ പറഞ്ഞത്. വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ദുരിതാശ്വാസം ചോദിച്ച മാധ്യമ പ്രവർത്തകരോട് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കുക എന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത്. അങ്ങനെ കേരളത്തിന് 1 രൂപ പോലും ഇതുവരെ കേന്ദ്രം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നൽകിയില്ല. എന്നാൽ BJPയും സഖ്യകക്ഷികളും ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി നൽകുകയാണ്. മഹാരാഷ്ട്രയ്ക്ക് 1492 കോടി രൂപ, ആന്ധ്രാപ്രദേശിന് 1036 കോടി രൂപ, ആസാമിന് 716 കോടി രൂപ, ബീഹാറിന് 11,000 കോടി രൂപ. എന്തിന്? ഇന്ത്യ മുന്നണി ഭരിക്കുന്ന തമിഴ്നാടിന് പോലും ചുഴലിക്കാറ്റിനെ തുടർന്ന് 950 കോടി രൂപ അനുവദിച്ചു. കേരളത്തിനോ വട്ടപൂജ്യം. മറ്റു സംസ്ഥാനങ്ങൾക്ക് മാനദണ്ഡങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ, ഗൈഡ് ലൈൻസ് പ്രകാരം അല്ലാതെ തന്നെ അടിയന്തര സഹായമായി പണം അനുവദിക്കുമ്പോൾ കേരളത്തിന് അർഹമായത് നൽകാതിരിക്കുകയാണ്. വയനാട് ദുരന്തത്തിന് ധനസഹായം നൽകുന്നില്ലെന്ന് മാത്രമല്ല, വയനാട് കാണാൻ വന്ന ഹെലികോപ്റ്ററിന് വാടക നൽകണമെന്ന് കൂടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്രം. അങ്ങനെ കേരളത്തിന് അർഹതപ്പെട്ടതെല്ലാം തൊടുന്യായം പറഞ്ഞ് മുടക്കാനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന് നൽകേണ്ട ഗ്രാന്റ് തരാതെ പകരം അത് ലോണായി തരാമെന്ന് പറയുന്നു. തുറമുഖത്തിന്റെ വരുമാന വിഹിതം ചോദിക്കുന്നു. ദേശീയപാത വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കാൻ കേന്ദ്രത്തിന് പണം നൽകേണ്ടി വന്ന ഏക സംസ്ഥാനം കേരളമാണ്. വയനാട് ദുരന്തത്തിന് ധനസഹായം നൽകുന്നില്ല എന്ന് മാത്രമല്ല, ദുരന്തം കാണാൻ വന്ന ഹെലികോപ്റ്ററിന്റെ വാടകയും ചോദിച്ചിരിക്കുകയാണ്. ഇങ്ങനെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിക്കൊല്ലാനുള്ള ശ്രമമാണ് BJP ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രതികരിക്കാൻ തയ്യാറാകണം. അല്ലാതെ UDF തരം താണ രാഷ്ട്രീയം കളിക്കരുത്.